بسم الله الرحمن الرحيم. ضيوفنا الكرام، أيها الحفل الكريم، مرحبا بكم أهلا وسهلا في المؤتمر العام الذي تنظمه اللجنة الإسلامية الهندية بعنوان هذا هو الرسول، بالتعاون والتنسيق مع الجمعيات الخيرية المختلفة وجميع فئات الجالية الهندية في أرض قطر الحبيبة. نيابة عن اللجنة الإسلامية الهندية واللجنة المنظمة لهذا المؤتمر نهديكم أطيب التحيات ونهنئكم بمناسبة حلول العام الهجري الجديد، ونرحب بكم إلى هذا المؤتمر الذي سوف يسجل حدثا فريدا رائعا في تاريخ الجالية الهندية في قطر. ഇന്ത്യൻ ഇസ്ലാമിക് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ബഹുജന സമ്മേളനത്തിന് ഇവിടെ സമാരംഭം കുറിക്കുകയാണ്. മാനവതയുടെ പ്രവാചകനെക്കുറിച്ച് സംസാരിക്കാൻ ശ്രീ പി സുരേന്ദ്രനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അധ്യക്ഷവേദിയിലെ ബഹുമാനരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രവാസി സുഹൃത്തുക്കളെ, മഹത്തായ ഒരു പാരമ്പര്യമുള്ള ഒരു രാജ്യത്തേക്ക് വീണ്ടും വരാനും അങ്ങനെ ഒരു രാജ്യത്തിന് അസാധാരണമായ ശക്തിയും വെളിച്ചവും പകർന്ന പ്രവാചക തിരുമേനിയെക്കുറിച്ച് സംസാരിക്കാനും കേരളത്തിലെ ഒരു എളിയ എഴുത്തുകാരൻ എന്ന നിലയിൽ എൻ്റെ വാക്കുകളെയും നിഗമനങ്ങളെയും നിർവചനങ്ങളെയും സ്നേഹപൂർവം സ്വീകരിച്ച എൻ്റെ ബഹുമാന്യ സുഹൃത്തുക്കളോടും ഇസ്ലാമിക് അസോസിയേഷൻ്റെ സുഹൃത്തുക്കളോടും വിവിധ സംഘടനകളുടെ കൂട്ടായ്മയിലൂടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഈ മഹാസമ്മേളനത്തിൻ്റെ സാരഥികളായിട്ടുള്ള സുഹൃത്തുക്കളോടുമൊക്കെ തന്നെ ഞാൻ എൻ്റെ നന്ദി ആദ്യമേ തന്നെ അറിയിക്കുകയാണ്. ഞാൻ പൊന്നാനിയിൽ നിന്ന് വരുന്ന ഒരാളാണ്. ഇടശ്ശേരി എന്ന മഹാനായിട്ടുള്ള കവി അദ്ദേഹത്തിൻ്റെ ഒരു കൽപ്പന കടമെടുത്ത് പറഞ്ഞാൽ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി കരുവാൻ്റെ ആലയിൽ സൂചി വിൽക്കാൻ വരുന്നൊരു പ്രവൃത്തിയാണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം വലിയ പണ്ഡിതർ ഇസ്ലാമിക ദൈവശാസ്ത്രത്തെക്കുറിച്ച്, നബിചര്യയെക്കുറിച്ച് ഒക്കെ അഗാധമായ അറിവുള്ള പണ്ഡിത ശ്രേഷ്ഠന്മാരൊക്കെ ഉള്ള ഒരു സദസ്സിൽ വെച്ച് ഞാനിങ്ങനെ സംസാരിക്കുന്നത് എത്രത്തോളം വിവേകപൂർണമായിരിക്കും എന്ന കാര്യത്തിൽ പോലും എനിക്ക് സന്ദേഹമുണ്ട്. എന്നാൽ തന്നെയും പ്രവാചകൻ എൻ്റേതു കൂടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ നിന്ദിക്കാനായി നടത്തിയ ശ്രമങ്ങളോട് ഒരു സവിശേഷ ചരിത്ര സന്ദർഭത്തിൽ നിന്നുകൊണ്ട് എൻ്റെ വിയോജിപ്പുകൾ, അതിനോടുള്ള എൻ്റെ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തേണ്ടത് മനുഷ്യകുലത്തിൽ പിറന്ന ഒരാളുടെ എളിയ ഒരു ധാർമ്മികതയുടെ പ്രകടനം കൂടിയായിരിക്കണം എന്ന വിശ്വാസം കൂടിയാണ് ഇവിടെ വരുവാനും ഇങ്ങനൊരു മഹാസമ്മേളനത്തിൽ അഭിസംബോധന ചെയ്ത് പ്രസംഗിക്കുവാനും ഒരു കാലത്തിൻ്റെ നിയോഗം ഞാൻ ഏറ്റെടുത്തത് എന്ന് വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ പ്രസംഗത്തിനിടയിൽ
എവിടെയെങ്കിലും വലിയ എന്തെങ്കിലും തരത്തിലുള്ള പിഴവുകൾ വന്നു കഴിഞ്ഞാൽ അത് ഒരു സ്നേഹാർദ്രമായ പിഴവുകൾ മാത്രമായി എൻ്റെ സുഹൃത്തുക്കൾ സ്വീകരിക്കുക തന്നെ വേണം എന്ന ഒരു അപേക്ഷ കൂടി ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വളരെ ചെറിയൊരു കഥ എഴുതിയിട്ടുണ്ട്. ആ കഥ ഒരു ആനയും കുരുവിയും കഥാപാത്രമായിട്ട് വരുന്നൊരു കുഞ്ഞൊരു കഥയാണ്. ഞാൻ കുട്ടികൾക്ക് എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന നിരൂപണം എന്ന് പറയുന്ന ഒരു കഥയാണത്. ആനയുടെ വലിയ തലയെടുപ്പ് കാരണം ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു കിളി സഹിക്കവയ്യാതെ അവസാനം ഒരു തെരുവിൽ നിൽക്കുന്ന ആനയുടെ മസ്തകത്തിൽ കയറി നിന്നിട്ട് ആനയ്ക്കെതിരെ വലിയൊരു പ്രസംഗം നടത്തുകയാണ്. ആനയുടെ തുമ്പിക്കൈ, ചെവി, കണ്ണ് എല്ലാം വെച്ചുകൊണ്ട് അത് അധികം ഈ കിളി ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ പ്രസംഗം എല്ലാം കഴിഞ്ഞപ്പോൾ ആളുകളിങ്ങനെ കൈയടിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ ആന വളരെ ഒട്ടും തന്നെ ക്ഷോഭിക്കാതെ ആന പ്രതികരിക്കുന്നത്, കയറി നിൽക്കാൻ ഇത്രയേറെ ഉയരമുള്ള ഒരു പീഠം കിട്ടിയ നീ എത്ര ഭാഗ്യവാനാണ് എന്നാണ് കിളിയോട് പറയുന്നത്. ഈ ഇത്തരത്തിലുള്ള വിമർശനങ്ങളെ നമ്മൾ ഈ ഒരു തലത്തിൽ മാത്രമേ നമ്മൾ സ്വീകരിക്കേണ്ടതുള്ളൂ. അത് ഒരുപക്ഷെ പ്രവാചകൻ്റെ മഹത്വത്തെ കൂടുതൽ കൂടുതൽ ഉജ്ജ്വലമാക്കുകയേ ചെയ്യുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അതിനെ ഇന്ന് പൊതുവായി ഉയർന്നു വന്നിട്ടുള്ള വളരെ പ്രകോപനപരമായിട്ടുള്ള അത്തരത്തിലുള്ള പ്രതികരണങ്ങളെ വ്യക്തിപരമായി ഞാൻ സ്വീകരിക്കുന്നില്ല. കാരണം പ്രവാചക ചര്യയിൽ ഒരിടത്തും അത്തരത്തിലുള്ള പ്രകോപനങ്ങളുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ വായിച്ചെടുത്തത് ഒരിടത്തും ഞാൻ അത്തരത്തിലുള്ള പ്രകോപനപരമായ സമീപനങ്ങൾ ഉള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല. ആർദ്രത, കാരുണ്യം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം, പുതിയ കാലഘട്ടത്തിൽ അതിന് പുതിയ പുതിയ നിർവചനങ്ങൾ ഉണ്ടാകുന്നു. ഒരു മഹാനായ മനുഷ്യൻ എന്ന് നമ്മളൊരാളെ വിലയിരുത്തുമ്പോൾ, മഹത്വപൂർണമായ ഒരു വ്യക്തിത്വത്തെ നമ്മൾ ആ രീതിയിൽ വിലയിരുത്തുമ്പോൾ നമ്മൾ കാണേണ്ടുന്ന ഏറ്റവും പ്രധാനമായൊരു കാര്യം, അയാൾ മനുഷ്യകുലത്തെ മാത്രം സ്നേഹിച്ച ഒരാൾ എന്ന നിലയിലല്ല. മനുഷ്യകുലത്തിന് വേണ്ടി മാത്രമാണ് മനുഷ്യർ പ്രവർത്തിക്കുന്നത് എന്നും വന്നുകൂടാ. മറിച്ച് മഹാനായൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മറ്റെല്ലാ തരത്തിലുള്ള ജീവജാലങ്ങളോടും ആർദ്രതയോടും കാരുണ്യപൂർവ്വമായി സമീപിക്കുക എന്നതാണ് മഹത്വത്തിൻ്റെ ലക്ഷണമായിട്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാവണം പ്രവാചകചര്യയിൽ ഇപ്പോൾ ഞാൻ അത്തരത്തിലുള്ള പൊതുവേദികൾ കുട്ടികളോടൊക്കെ സംസാരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വളരെ പാരിസ്ഥിതികമായ കൽപ്പനകൾ കൂടി അനിവാര്യമായി നമുക്ക് പൊതുസമൂഹത്തിൽ നിന്ന് പറഞ്ഞു വരേണ്ടി വരും. അതാണ് അതിൻ്റെ പിന്നെ ഗ്രീൻ പൊളിറ്റിക്സൊക്കെ ഉയർന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ പ്രവാചക തിരുമേനിയുടെ ഹരിത സന്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുകൂടി നമ്മൾ കാണണം. ഇപ്പോൾ പച്ച എന്ന് പറയുന്ന വാക്കുപോലും ഉപയോഗിക്കുന്നത് വിലക്കി കഴിഞ്ഞിട്ടുള്ള ഒരു കാലത്ത് കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നുകൂടി നമ്മൾ കാണണം. പലപ്പോഴും അത്രയാണ്. കാരണം അതറിയണമെങ്കിൽ ആർദ്രതയുടെ, പച്ചപ്പിൻ്റെ ആർദ്രത എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ഒരു അടയാളമായി അത് സ്വീകരിച്ചത് അത് മരുഭൂമിയിൽ പച്ചയ്ക്ക് അത്രയേറെ പ്രാധാന്യമുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ്. ഞാൻ എപ്പോഴും ഓർക്കുന്നതുണ്ട്, ഞാൻ എൻ്റെ ക്ലാസ്സിൽ കുട്ടികളോടൊക്കെ പറയാറുണ്ട്, ഒരു തുള്ളി വെള്ളത്തിൻ്റെ മഹത്വം എത്രയാണ് എന്ന് അറിയണമെങ്കിൽ നമ്മളേതുപോലുള്ള രാജ്യങ്ങളിൽ, കേരളത്തെ പോലെ മൺസൂൺ സമൃദ്ധമായിരിക്കുന്ന ഒരു രാജ്യത്ത് അതൊരിക്കലും മനസ്സിലാക്കുകയില്ല. അത് പറയുമെങ്കിൽ അനന്തമായി പരന്നു കിടക്കുന്ന മരുഭൂമിയിൽ ജീവിക്കുമ്പോഴാണ് ഒരു തുള്ളി വെള്ളത്തിൻ്റെ മഹത്വം നമ്മൾ അറിയുക എന്നാണ്. മുഹമ്മദ് അസദിൻ്റെ പ്രശസ്തമായിട്ട് പുസ്തകമുണ്ടല്ലോ, റോഡ് ടു മക്ക എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് ഒരു തുള്ളി വെള്ളമുണ്ടാക്കുന്ന മഹാമാന്ത്രികതയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതിങ്ങനെ യാത്രക്കിടയിൽ ഒട്ടകത്തിൻ്റെ തോലുകൊണ്ടുണ്ടായിട്ടുള്ള കുപ്പിയിൽ നിന്ന് വെള്ളമെടുത്ത് കുടിച്ചപ്പോൾ കവിളിലൂടെ ഒലിച്ചിറങ്ങിയ ഒരു തുള്ളി വെള്ളം അദ്ദേഹത്തിൻ്റെ കാൽക്കീഴിൽ ഏതാണ്ട് ഉണങ്ങാൻ പ്രായത്തിൽ വാടി നിൽക്കുന്ന ഒരു കുഞ്ഞു സസ്യത്തിൻ്റെ ശിരസിൽ ചെന്ന് തൊട്ടപ്പോൾ ആ സസ്യം പിടഞ്ഞുണർന്നു എന്നാണ് മുഹമ്മദ് അസദ് ആ ഒരു തുള്ളി വെള്ളത്തിൻ്റെ മാതൃകയെ വിശേഷിപ്പിക്കാനായിട്ട് പറഞ്ഞത്. പ്രവാചക തിരുമേനിയെയും അങ്ങനെ തന്നെയാണ്, ഒരു മഹാമാന്ത്രികതയായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അതിന് ഇക്കോളജിക്കലായിട്ടുള്ള തലത്തിൽ നിന്നുകൊണ്ട് സമീപിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കൽപ്പനകളെ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഉടനീളം അത് ഉണ്ട് എന്നാണ്. അതുകൊണ്ടാണ് പറയുന്നത് അളവറ്റ കാരുണ്യമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെയാണ് ഞാൻ
അടുത്ത ദിവസത്തിൽ ഒരു പത്രത്തിൽ വരാൻ പോകുന്ന ഒരു ലേഖനത്തിൽ മലാല സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഴുതിയൊരു ലേഖനത്തിൽ ഞാൻ കുറിച്ചു വെച്ചത്, മലാലയ്ക്ക് വെടിയേൽക്കുമ്പോൾ തീർച്ചയായും കണ്ണ് നിറഞ്ഞൊഴുകുന്നത് പ്രവാചകൻ്റേത് തന്നെയായിരിക്കും എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അത്രമേൽ അളവറ്റ വിധത്തിലേക്ക് സ്ത്രീകളോട് കുട്ടികളോടൊക്കെ അത്രമേൽ ആർദ്രചിത്തനായിരിക്കേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ യുദ്ധത്തിൻ്റെ നീതി എന്ന് പറയുന്നത്, യുദ്ധമെന്ന് പറയുന്നത് അത്രമേറെ നെറികെട്ട ഒരു തലത്തിലേക്ക് കടന്നു പോകുന്ന സമയത്താണ് പ്രവാചകൻ്റെ യുദ്ധനീതിയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത്. ലോകത്ത് എനിക്ക് തോന്നുന്നു അത്രമേൽ മനുഷ്യത്വപൂർണ്ണമായി യുദ്ധത്തെ കണ്ടിട്ടില്ല. യുദ്ധമെന്ന് പറയുന്നത് ചരിത്രത്തിൽ ആയുധമെടുക്കേണ്ടി വരുന്നു എന്നൊക്കെ പറയുന്നത് ചരിത്രത്തിൽ ഒരു അനിവാര്യമായി, ചിലപ്പോൾ നമുക്ക് പറയില്ലേ, ഒരു നിസ്സഹായ അവസ്ഥയിൽ മാത്രമാണ്, അതിനപ്പുറത്തേക്കല്ല. അതുകൊണ്ടാണ് പലപ്പോഴും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധത്തിന് ഇത്രയേറെ അധികം നീതി കൽപ്പിച്ചു കൊടുത്തതാണ്. യുദ്ധത്തിൻ്റെ പിറകിൽ ഉണ്ടാവുന്ന നീതി ഒരിക്കലും കുഞ്ഞുങ്ങൾ, കുട്ടികൾ, വൃദ്ധരായ മനുഷ്യർ ഒന്നും തന്നെ ഇതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചുകൂടാ എന്ന് പറയുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾക്ക് പറയുന്നത് ഇപ്പോൾ യുദ്ധമെന്ന് പറയുന്നത് എന്തിനാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മഹാജനപദങ്ങളെ ബോംബിട്ട് തകർത്തിട്ട് പിന്നീട് ക്യാപിറ്റലിൻ്റെ അക്രമാസക്തമായ ഒരു പ്രകടനത്തിൻ്റെ ഭാഗമായി ഈ പുനർനിർമ്മിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ തകർത്തുകൊണ്ടിരിക്കുന്നത് എന്ന ജനവാസ കേന്ദ്രങ്ങൾ അത്രമേൽ തകർത്ത് കഴിയാണ്. അതുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനിലെ കാർപ്പറ്റ് ബോംബിംഗ് നടന്ന സമയത്ത് നോം ചോംസ്കിയുടെ പെട്ടെന്ന് വന്ന പ്രതികരണം എന്ന് പറയുന്നത് ഒരുപക്ഷെ നമുക്ക് തന്നെ വളരെ കൗതുകകരമായി തോന്നിയേക്കാം. അമേരിക്കൻ മണ്ണിൽ ജീവിക്കുന്ന നോം ചോംസ്കി പറഞ്ഞത്, മനുഷ്യകുലത്തെ സൃഷ്ടിക്കപ്പെടാൻ തന്നെ പാടില്ലായിരുന്നു എന്ന് തോന്നിപ്പോയി എന്നൊരു പ്രകടനമാണ് അദ്ദേഹം ആദ്യമായി നടത്തിയത്. അത്രമേണ്ട അപായകരമായ യുദ്ധത്തിലേക്ക് യുദ്ധം വരുന്ന സമയത്താണ് പ്രവാചക തിരുമേനിയുടെ യുദ്ധത്തെക്കുറിച്ചുള്ള നീതിനിഷ്ഠമായ സമീപനങ്ങൾ ചരിത്രത്തിൽ എക്കാലത്തേക്കും വലിയ പാഠമായി മാറുന്നതൊക്കെയാണ്. അത്രയേറെ അളവറ്റ ആർദ്രതയും കാരുണ്യവും അദ്ദേഹം ഉടനീളം പുലർത്തിപ്പോന്നു എന്നാണ്. പക്ഷെ അത് നേരത്തെ എനിക്ക് മുമ്പുള്ള പ്രാസംഗികന്മാരൊക്കെ സൂചിപ്പിച്ചതുപോലെ അത് മനുഷ്യനോട് മാത്രം പുലർത്തേണ്ടുന്ന ഉത്തരവാദിത്തമായോ മനുഷ്യനോട് മാത്രം പുലർത്തേണ്ടുന്ന ആർദ്രതയോ കാരുണ്യവുമായിട്ടല്ലാതെ കടന്നു വരുന്നത്. ഞാൻ ഓർക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ഞാൻ ആ ഒരു തരത്തിൽ കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ കർണാടകത്തിലെ ഗ്രാമങ്ങളിൽ 80കളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു ഘട്ടത്തിൽ മുണ്ടക്കത്തോടി ഉമ്മർ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടത് ഓർക്കുകയാണ്. അദ്ദേഹം, ഞാനന്ന് ആ ഗ്രാമത്തിൽ പട്ടേലിൻ്റെ വീട്ടിൽ അദ്ദേഹം അനുവദിച്ചു വന്ന് ചെറിയ മുറിയിൽ താമസിച്ചുകൊണ്ടാണ് ആ ഗ്രാമങ്ങളിലുള്ള എൻ്റെ യാത്രകളും എൻ്റെ പഠനങ്ങളൊക്കെ ഞാൻ നടത്തുന്നത്. ആ യാത്രക്കിടയ്ക്കാണ് ഞാൻ മുണ്ടക്കത്തോടി ഉമ്മറിനെ പരിചയപ്പെടുന്നത്. ഉമ്മർ ഇങ്ങനെ ഒരു സഞ്ചാരിയായി ഗ്രാമാന്തരങ്ങളിലൂടെ അലഞ്ഞു നടക്കുകയാണ്. അപ്പോൾ അദ്ദേഹം, എനിക്ക് ആണെങ്കിൽ ഈ സാധാരണ നിലയിലുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ വേണ്ടുന്ന ഒരവസ്ഥയാണ്. നമ്മുടെ ജീവിത സാഹചര്യം നമ്മൾ അങ്ങനെയൊക്കെ ആക്കി മാറ്റി. അപ്പോൾ ഞാൻ ഉമ്മർക്കിനോട് പറഞ്ഞ് എനിക്കൊരു സൗകര്യം വേണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അവിടുത്തെ ഒരു ഫാമിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാണ്. അപ്പോൾ ആ ഫാമിൽ ചോദിക്കുമ്പോൾ ആ ഫാമിൻ്റെ നോട്ടക്കാരനായ സുഹൃത്ത് പറഞ്ഞത്, ഉമ്മർക്ക, ഈ തെങ്ങ് ഉണ്ട്, ഇത് കുറേ നാളായിട്ട് ഞാൻ നോക്കുന്നത് കായ്ക്കുന്നില്ല. അപ്പോൾ അത് വെട്ടിക്കളയണമെന്ന് വിചാരിക്കുകയാണ്. ഇത് എങ്ങനെ കൂറ്റൻ തെങ്ങായിട്ട് മാറി അത് കായ്ക്കുന്നില്ല, ഇത് വെട്ടിക്കളയണമെന്ന് ഞാൻ വിചാരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത്, അത് വെട്ടിക്കളയേണ്ട അശോക, നീ അത് കായ്ക്കാൻ കുറച്ച് വൈകിയപ്പോഴേക്ക് അതിനെ നീ പരിഗണിക്കാതെയായി. അതുകൊണ്ട് ദിവസവും നീ ആ തെങ്ങിൻ്റെ അടുത്ത് ചെന്ന് അതിനെ ഒന്ന് തൊട്ടു തലോടി വർത്തമാനം പറയേ, അതിനോട് അല്പം സ്നേഹിക്ക്, തീർച്ചയായും അത് നിനക്ക് ഇളനീര് തരിക തന്നെ ചെയ്യുമെന്ന് ഉമ്മർക്ക പറഞ്ഞത് ഞാൻ ഓർക്കുക. ഞാൻ പിന്നീട് അതൊരു വലിയൊരു കഥയിൽ ഞാനത് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നീട് എനിക്ക് മനസ്സിലായി യഥാർത്ഥത്തിൽ എന്തിൽ നിന്നാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഒരു പ്രതികരണത്തിനുള്ള ശേഷി, സർഗശേഷി അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടി ചോദിച്ചാൽ തീർച്ചയായും അത് പ്രവാചക തിരുമേനിയുടെ ജീവിതത്തിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് പ്രവാചക തിരുമേനിയുടെ ജീവിതത്തിൽ വരുന്നൊരു സന്ദർഭം അതുണ്ടല്ലോ, ഈ ഈന്തപ്പനയ്ക്ക് കല്ലെറിയുന്ന കുട്ടിയോട് ചോദിക്കുന്നത്, നിഷ്കളങ്കമായി അതിന് കായ്കൾ കിട്ടാൻ വേണ്ടിയാണ് ആ കുഞ്ഞതിനെ കല്ലെറിയുന്നത്. അദ്ദേഹം അതേ നിഷ്കളങ്കതയോടുകൂടി ഈ കുഞ്ഞിനോട് ചോദിക്കുന്നത്, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, അത് ആ മരത്തിന് വേദനിക്കുകയില്ലേ എന്ന്
അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അതായത് മരത്തിനും വേദനിക്കുമെന്നും മരത്തിൻ്റെ ജീവനും വളരെ ഉന്നതമായി പരിഗണിക്കണം എന്നുള്ള വലിയൊരു കാഴ്ചപ്പാട്. അത്രമേൽ നിഷ്കളങ്കമായിരുന്നു പ്രവാചക ജീവിതത്തിൽ. ഞാൻ പഠിച്ചിടത്തോളം വായിച്ചിടത്തോളം എനിക്ക് തോന്നിയ ഏറ്റവും പ്രധാനമായ കാര്യം എത്രമേൽ നിഷ്കളങ്കമായാണ് അദ്ദേഹം സാമൂഹിക ജീവിതത്തിൽ ഇടപെട്ടുകൊടുന്നത് എന്നത്. അതാണ് നീതിയെക്കുറിച്ചുള്ളത്. നീതി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വരുന്നത് വളരെ നിഷ്കളങ്കരായ മനുഷ്യർക്ക് മാത്രമേ നീതിക്ക് വേണ്ടി ശബ്ദിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് നമ്മൾ പറയില്ലേ, കാപട്യമില്ലാത്ത മനുഷ്യരാണ് നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാളികളാകുന്നത്. അല്ലാത്ത ആളുകൾ ശൃഗാല ബുദ്ധിയുള്ള ആളുകളായിരിക്കും. അവർ വലിയ നഷ്ടങ്ങളെക്കുറിച്ച് ആലോചിക്കും. കേരളത്തിലൊക്കെ വലിയൊരു വിഭാഗം എഴുത്തുകാർ നിശബ്ദരാകുന്നത് എന്നെ വളരെയധികം വേദനിപ്പിക്കുന്ന ശൃഗാല ബുദ്ധി നമ്മളുടെ കലാകാരന്മാരുടെ ഇടയിൽ പോലും വർദ്ധിച്ചു വരികയാണോ എന്നൊരു തോന്നൽ എനിക്കുണ്ട്. കുറുക്കൻ്റെ കൗശലമുണ്ടല്ലോ, അത് കൗശലമല്ല ജീവിതം, മറിച്ച് ത്യജിക്കലാണ്, നഷ്ടപ്പെടുത്തലാണ് എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോഴാണ് ലോകത്തിൽ ഒരു പുതിയ ചരിത്രം ഉണ്ടാകുന്നതെന്നാണ്. തൻ്റെ ജീവിതം കൊണ്ട് തന്നെ, ത്യാഗോജ്വലമായൊരു ജീവിതം കൊണ്ട് തന്നെയാണ് ഒരു പുതിയ ചരിത്രം സൃഷ്ടിക്കപ്പെടുന്നത് എന്നാണ്. അതാണ് പറയുന്നത്. അതുകൊണ്ട് പുതിയ കാലഘട്ടത്തിൽ അതാണ് ഞാൻ പലപ്പോഴും മദ്രസയിലൊക്കെ ഉള്ള അധ്യാപക സുഹൃത്തുക്കളോട് പറയാറുണ്ട്, 10-50 കൊല്ലം മുമ്പ് ഒരുപക്ഷെ നിങ്ങൾ മദ്രസകളിൽ പഠിപ്പിച്ചിരുന്ന സമയത്ത് വിശുദ്ധ ഖുർആൻ്റെ, പ്രവാചകചര്യയുടെ, ഇസ്ലാമിക ദൈവശാസ്ത്രത്തിൻ്റെ പാരിസ്ഥിതികമായ കൽപ്പനകൾ എന്തൊക്കെയായിരുന്നു എന്ന് നിങ്ങൾ അത്രമേൽ ഗൗരവമായി ആലോചിക്കേണ്ടി വരില്ല. പക്ഷേ ഇപ്പോൾ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഒരു കാലഘട്ടത്തിൽ, കാലാവസ്ഥകളെല്ലാം തകിടം മറിഞ്ഞു പോയ ഒരു കാലഘട്ടത്തിൽ അത് വളരെ പ്രധാനമായിരിക്കും. ഭൂമിയെ അത്ര ഉപഭോഗ തൽപരതയോടുകൂടി ഉപയോഗിച്ച് തീർക്കേണ്ടതാണോ ഭൂമിയിലെ വിഭവങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ്റെ തമ്മിലുണ്ട്. ഈ അംഗസ്നാനം ചെയ്യുമ്പോൾ എത്ര സമൃദ്ധമായി വെള്ളം ഉണ്ടായാലും വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പറയുന്നത് ഭാവിയിലെ കരുതി വെപ്പലുകൾ എത്രമേൽ അനിവാര്യമാണ് എന്ന് അത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് കൊണ്ടാണ്. ഇത്രമേറാണ് അദ്ദേഹത്തിൻ്റെ അറിയില്ലേ, ഒരു യാത്രക്കിടയിൽ അടുപ്പ് കൂട്ടുന്ന സമയത്ത് അദ്ദേഹം ശ്രദ്ധിക്കുന്നത് അത് എത്ര സൂക്ഷ്മഗ്ര തലത്തിലേക്കാണ് അദ്ദേഹത്തിൻ്റെ നയനങ്ങൾ ചെന്നെത്തിയത് എന്ന് അത്ഭുതത്തോടു കൂടി ഞാൻ നോക്കിയിട്ടുണ്ട്. കാരണം അദ്ദേഹം അടുപ്പ് കൂട്ടുമ്പോൾ അദ്ദേഹം ആഹാരത്തെക്കുറിച്ച് അല്ല ആലോചിക്കുന്നത്, മറിച്ച് അടുപ്പ് കൂട്ടുന്നതിൻ്റെ അടുത്ത് നേർത്ത ഉറുമ്പുകൾ, വളരെ ചെറിയ ഉറുമ്പുകൾ കൂടുകൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അടുപ്പ് അവിടെ നിന്ന് മാറ്റണമെന്ന് അദ്ദേഹം പറയുകയാണ്. കാരണം ഉറുമ്പുകൾക്ക് വേദനിക്കരുത്. കാരണം ഉറുമ്പുകളും ഒരുപക്ഷെ ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പടച്ച തമ്പുരാൻ്റെ മഹത്തായ സൃഷ്ടി തന്നെയാണ് എന്നുള്ള വളരെ വളരെ ഉദാരവും ഉജ്ജ്വലവുമായ ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിന് മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞു. മനുഷ്യൻ്റെ കണ്ണീര് മാത്രമല്ലല്ലോ, ഒട്ടകത്തിൻ്റെ കണ്ണീര് കണ്ടു എന്നാണ്. ഒട്ടകത്തിൻ്റെ കണ്ണീര് കാണണമെങ്കിൽ എത്രമേൽ അർദ്ധചിത്രനാകുമ്പോഴാണ് ഒരാൾക്ക് ഒരുപക്ഷെ ഇങ്ങനെ ഒട്ടകത്തിൻ്റെ കണ്ണീര് കാണാൻ കഴിയുക. പ്രവാചക തിരുമേനിക്ക് ഈ ഒട്ടകത്തിൻ്റെ കണ്ണീരും കാണാൻ കഴിഞ്ഞിരുന്നു എന്നാണ്. അപ്പം സമസ്ത ജീവജാലങ്ങളോടും ഇത്തരത്തിലുള്ള ഒരു സമീപനം അത് കൈക്കൊണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു കാലത്ത് ഒരുപക്ഷെ നമ്മൾ വിവരിക്കുന്നത് പ്രവാചക ചര്യകൾ, അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ, ദർശനങ്ങളൊക്കെയും പുതിയ കാലഘട്ടത്തെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യേണ്ടത് എന്നാണ്. ഒരു ചരിത്രം വർത്തമാനകാലത്ത് പ്രസക്തമാകുന്നത് ഒരു പൗരാണികമായ ജീവിതത്തിൻ്റെ എല്ലാ പ്രാക്തനമായ ഉദാരതകളും ഒരു വർത്തമാനകാലത്ത് അത് അനിവാര്യമാകേണ്ടത്, അത് വർത്തമാന കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഈ പ്രവാചക ജീവിതത്തിൻ്റെ സമസ്ത ചൈതന്യവത്തായ സന്ദേശങ്ങളെയും നമ്മൾ എങ്ങനെ വർത്തമാനകാലത്ത് അത് ഉപയോഗിക്കുമെന്നാണ്. അതുകൊണ്ട് നീതിയുടെ ശബ്ദങ്ങൾ അങ്ങനെയാണ് ഉയർന്നു വരുന്നത്. അതുകൊണ്ട് ഒരു മുസ്ലിം സംഘടനയിൽപ്പെട്ട യുവ സുഹൃത്തുക്കൾ കേരളത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ സമരഭൂമിയിൽ ചെന്ന് നിന്നപ്പോൾ ഞാൻ പറഞ്ഞ ഒരു വാചകം പിന്നീട് പലരും ധാരാളമായിട്ട് കേരളത്തിൽ ഉപയോഗിച്ചു. അത് നബി തിരുമേനി തെരുവിൽ തന്നെയാണ്, അദ്ദേഹം മൂലംപള്ളിയിലുണ്ട്, അദ്ദേഹം ചെങ്ങറയിലുണ്ട്, നീതി നിഷേധിക്കുന്ന മനുഷ്യരോട് അവിടെ നിന്നുകൊണ്ട് സമരം ചെയ്യാൻ അദ്ദേഹം കൽപ്പിക്കുന്നത് കൊണ്ടാണ് ആ സുഹൃത്തുക്കൾക്ക് അത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ഇത്രയേറെ ഊർജം ഉൾക്കൊള്ളാൻ കഴിയുന്നത്. പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് പ്രവർത്തിക്കാനുള്ള ഊർജം കൈക്കൊള്ളലാണ്. അതാണ് പ്രാർത്ഥന. അല്ലാതെ പ്രാർത്ഥിക്കുക എന്നങ്ങനെ ഇരിക്കാനുള്ളതല്ല. വളരെ നിഷ്ക്രിയമായി മനുഷ്യന് വളരെ ഇനാക്റ്റീവായിട്ട് മാറാനുള്ളതല്ല പ്രാർത്ഥന. മറിച്ച് നമ്മളെ വലിയ തോതിൽ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒന്നാണ് പ്രാർത്ഥന എന്നുള്ളതാണ്. ആ പ്രാർത്ഥനയുടെയാണ്, ആ പ്രാർത്ഥന ഉപയോഗിച്ചുകൊണ്ട് അവർ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. നീതിക്ക് വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ
അല്ല, എല്ലാ തരത്തിലുള്ള നീതിക്ക് വേണ്ടി, എല്ലാ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ നീതിക്ക് വേണ്ടി. അതാണ് ഗോത്രങ്ങളെ സംബന്ധിച്ചുള്ള വലിയ പക ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇസ്ലാമിക സമൂഹത്തിൽ ഇസ്ലാമിക മതവിശ്വാസികളാണ് എന്ന് പറയുന്ന ആളുകൾക്കിടയിൽ പോലും അഫ്ഗാൻ പോലുള്ള പ്രദേശങ്ങളിൽ ഈ ഗോത്ര മഹിമകളും ഗോത്രത്തിൻ്റെ പേരുള്ള പകയും കടന്നു വരുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് തന്നെയാണ് നമ്മൾ ഓർക്കുക. ഇത്തരത്തിലുള്ള ഗോത്രങ്ങൾ മനുഷ്യൻ്റെ പിറവി കൊണ്ടുള്ള മഹത്വങ്ങൾ ഉണ്ടാകില്ല. ഒരു മനുഷ്യനും പിറവി കൊണ്ട് മഹത്വങ്ങൾ ഉണ്ടാകുന്നില്ല. ഉണ്ടാകുന്ന മഹത്വമൊക്കെയും നമ്മൾ ആർജിച്ച് ഉണ്ടാക്കുന്നതാണ്. പിറവിയുടെ മഹത്വമില്ല. അല്ലെ, പ്രത്യേകിച്ച് ആർക്കും എതിരെയും മഹാന്മാരായ ആരെയും അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു ഗോത്രത്തിന് അങ്ങനെ ഒരു മഹനീയത കൽപ്പിക്കാൻ കഴിയില്ല. ജാതി എന്ന് പറയുന്നത് ഒരർത്ഥവുമില്ലാത്ത ഒന്നാണ് എന്ന് വളരെ കാലം കഴിഞ്ഞ് നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ എന്നിട്ടും അതിന് മഹാ അർത്ഥങ്ങളുണ്ട് എന്നതാണ് ഇപ്പോഴും കേരളീയ സമൂഹം അതിപ്രാകൃതമായ ഒരു ജാതീയമായ അവസ്ഥയിലേക്ക് പോകുന്നതിൻ്റെ ഒരു കാരണം ഒരുപക്ഷെ അവിടുത്തെ സാമുദായിക സംഘടനാ നേതാക്കളുടെ ചില ഘട്ടങ്ങളിലെ പ്രകടനങ്ങളെങ്കിലും വേദനാജനകമായി നമുക്ക് തോന്നാനുള്ള കാരണം അതാണ്. അവിടെ പിന്നീട് വരുന്നത് ഈ പാർശ്വവൽക്കരിക്കപ്പെടുന്നതും കുടിയിറക്കപ്പെടുന്നതുമായ മനുഷ്യരുടെയും ഒക്കെ പ്രശ്നങ്ങൾ ഇതിൻ്റെ ഭാഗമായി ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ദൈവശാസ്ത്രം മഹാവിമോചനത്തിനുള്ള ഒരു ആശയമായി ദൈവശാസ്ത്രം തന്നെ കടന്നു വരുന്നതാണ്. ഞാൻ മുസ്ലിം സുഹൃത്തുക്കളോട്, മതവിശ്വാസികളായിട്ടുള്ള മുസ്ലിം സുഹൃത്തുക്കളോട് ഞാൻ പറയാറുള്ള, എപ്പോഴും പറയാറുണ്ട്, തീർച്ചയായും ഞാൻ ആ തരത്തിലുള്ള ഒരു വിപ്ലവത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നത്. ദൈവശാസ്ത്രത്തിൽ അഗാധമായ പരിജ്ഞാനമുള്ള മനുഷ്യർ തീർച്ചയായും ദൈവശാസ്ത്രത്തെ ഒരു വലിയ നീതി നിഷേധിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് വേണ്ടി തന്നെയാണ് അവരത് ഉപയോഗിക്കേണ്ടത്. വിമോചനത്തിൻ്റെ രാഷ്ട്രങ്ങൾ ഒരുപക്ഷെ അവരവരുടെ വിശ്വാസ സംഹിതകളിൽ തന്നെയാണ് പടുത്തുകെട്ടേണ്ടത് എന്ന ഒരു ആശയമാണ് ഞാനതിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാനതിനോട് തിരിച്ചറിയിട്ടും ഒരു തരത്തില്ല. പക്ഷേ അത് വൈകിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള വിപ്ലവ രാഷ്ട്രങ്ങളിൽ ഈ ബഹുസ്വരതകളെ സ്വീകരിക്കാനായിട്ട് അവർക്ക് കഴിയുകയും വേണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വസന്തത്തിൻ്റെ പുതിയ മുഖങ്ങൾ നമ്മൾ രൂപപ്പെടുന്നത്. നമുക്ക് അതൊക്കെ പറഞ്ഞു തീർക്കാറില്ലേ, വിപ്ലവത്തെക്കുറിച്ചുള്ള നമ്മളെ കാഴ്ചപ്പാടുകളൊക്കെ പാടി ഇപ്പോൾ നമ്മൾ വിപ്ലവത്തിൻ്റെ ഒരു പുതിയ വാക്കും വിളിച്ചു, വസന്ത വിപ്ലവം എന്നാണ്. ഇത് വലിയൊരു സംഗതിയായിട്ട് വരുന്നു. വസന്ത വിപ്ലവം, വസന്തത്തിൻ്റെ വിപ്ലവം എന്ന, മുല്ലപ്പൂ വിപ്ലവമുള്ള വിപ്ലവം സുഗന്ധപൂർണമാകണം. അല്ലാതെ അത് രക്തത്തിൻ്റെ മണമുള്ളതായിരിക്കരുത് വിപ്ലവം. മറിച്ച് വിപ്ലവം ജനാധിപത്യത്തിൻ്റെ, സമത്വത്തിൻ്റെ മുല്ലപ്പൂ സുഗന്ധമുണ്ടാക്കുന്നതാണ് എന്നതിലേക്കുള്ള ആ വിപ്ലവത്തിൻ്റെ മാർഗത്തിലേക്ക് അവരെ നയിക്കുന്നതും പ്രവാചക തിരുമേനിയുടെ അളവറ്റ കാരുണ്യത്തിൻ്റെ ബലത്താൽ തന്നെയാണ് എന്ന് നമുക്ക് വർത്തമാന കാലഘട്ടത്തിൽ വിപ്ലവത്തെ മുൻനിർത്തി നമുക്ക് പറയാനായിട്ട് സാധിക്കും. അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പാശ്ചാത്യ ഗൂഢാലോചനയുണ്ട്. വളരെ അപകടകരമായ വിധത്തിലേക്ക് ഈ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരുന്നതും ഏകാധിപതികളുടെ നുകപ്പാടിൽ അകമട്ട് പോയ ജനത വിമോചനത്തിൻ്റെ പുതിയ കാലത്തിലേക്ക് ഉണരുകയും ചെയ്യുമ്പോൾ അവരെ വലിയ തോതിൽ സംഘർഷത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി നടത്തുന്ന അപകടകരമായ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ പ്രവാചക നിന്ദയുടെ പുതിയ വർത്തമാനകാലത്തെ നമ്മൾ കാണേണ്ടത്. അതങ്ങനെ തന്നെയാണ്, കൂടുതൽ കലുഷിതമാക്കുക. അതുകൊണ്ട് അത് ഒരു വലിയ ചതിയാണ് എന്ന് തീർച്ചയായും ആ വിപ്ലവത്തിൻ്റെ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന സുഹൃത്തുക്കൾ തിരിച്ചറിയണം. ഇതൊരു വലിയ ചതിയാണ്. അതിനോട് അതേ രീതിയിൽ പ്രകോപനപരമായി തന്നെയാണ് അതിനെ നേരിടുന്നതെങ്കിൽ ഒരുപക്ഷെ ഇന്ന് കാണുന്ന വസന്ത വിപ്ലവത്തിൻ്റെ ഭൂപ്രദേശങ്ങളൊക്കെയും വീണ്ടും ശൈത്യത്തിലേക്ക് പോകാനാണ് സാധ്യത എന്നൊരു വലിയ തിരിച്ചറിവുണ്ടാവുകയും വേണം. അവിടെയാണ് പറയുന്നത്. അവിടെ ഈ പ്രവാചക നിന്ദയുടെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ തീർച്ചയായും അതിൻ്റെ പിറകിൽ പതുങ്ങിയിരിക്കുന്ന അഗാധമായ രാഷ്ട്രീയ ഗൂഢാലോചനകളുണ്ട് എന്നും അതിന് പിന്നിൽ വലിയ ഒരു തരം കോർപ്പറേറ്റ് ക്യാപിറ്റൽ അതിനു വേണ്ടി ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നും ഒക്കെ നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം. അതിനാണ് അവിടെ അളവറ്റ കാരുണ്യത്തിൻ്റെ ഈ ഒരു സന്ദേശം നമ്മൾ ഏറ്റെടുക്കുകയും ഇങ്ങനെയുള്ള വലിയ ബഹുജനങ്ങളുടെ മഹാസംഗമങ്ങളെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രതിരോധം. ഇത് വളരെ ജനാധിപത്യപരമായ കൂട്ടായ്മയാണ്, ആർദ്രചിത്രരായ മനുഷ്യരുടെ ഒരു കൂട്ടായ്മയാണ്. അങ്ങനത്തെ ഒരു കൂട്ടായ്മയിൽ നിന്നുകൊണ്ടാണ് ഈ തരത്തിലുള്ള ഒരു പ്രതിഷേധം, അതിനെതിരെയുള്ള സർഗാത്മക പ്രതിഷേധം എന്നാണ് ഞാൻ പറയുന്നത്. ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമല്ല ഈ നിന്ദിക്കുന്നത് ആണ്.
നീചവൃത്തി എങ്ങനെയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യമായി മാറുക എന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഒരു വിശ്വാസികളെ അവരുടെ വിശ്വാസങ്ങളിൽ ഹനിക്കുന്നത് എങ്ങനെയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യമായി മാറുക എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. തീർച്ചയായിട്ടും അതൊന്നുമല്ല ആവിഷ്കാര സ്വാതന്ത്ര്യം. മറിച്ച് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ വിശ്വാസത്തിൽ ജീവിച്ച് മരിക്കാനുള്ള അവകാശമുണ്ട്. അതാണ്. അപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന ലോകത്തിലെ മഹത്തായ മനുഷ്യരുടെ മഹത്തായ സന്ദേശങ്ങളെ സർഗാത്മകമായി ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം. ചരിത്രം പഠിക്കേണ്ടി വരുന്നുണ്ട്. പലപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, കേരളത്തിൽ തന്നെ ചില ബുദ്ധിജീവികളായിട്ടുള്ള മുസ്ലിം വിമർശകരോട് ഞാൻ പറയാറുണ്ട്, വിമർശനങ്ങളെ നമ്മൾ തീർച്ചയായിട്ടും വേണ്ടി വരും, അനിവാര്യമായി വിമർശനങ്ങളൊക്കെ വേണ്ടി വരും. പക്ഷേ ആ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് ശത്രുക്കൾ എഴുതി വെച്ച പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരിക്കലും വിമർശനത്തിന് നമ്മൾ മുതിരരുത്. കുറേ കൂടി ആഴത്തിലുള്ള പഠനവും മനനവും ആവശ്യമാണ്. അല്ലാതെ ശത്രുക്കളുടെ പുസ്തകത്തിൽ നിന്നുകൊണ്ടല്ല വ്യാഖ്യാനങ്ങൾ ചമയ്ക്കേണ്ടത്. അത് അവിടെയാണ് നമുക്ക് പിഴച്ചു പോകുന്നതല്ല. അപ്പോൾ കൂടുതൽ അതിൻ്റെ ആഴത്തിലേക്ക് കടന്നു പോകാനായിട്ട് നമുക്ക് കഴിയണമെന്നാണ്. അപ്പം നമുക്ക് ആലോചിച്ച് നോക്കുക, എത്രമേൽ സമാധാനത്തിന് വേണ്ടിയാണ് പ്രവാചകൻ നിലകൊണ്ടത് എന്ന് ഹുദൈബിയ സന്ധിയെ മാത്രം വെച്ചുകൊണ്ട് പറയാവുന്നതാണ്. ലോകത്തിന് മുമ്പിൽ അങ്ങനെ ഒരു മാതൃകയുമില്ല എന്ന് കൺമളയ്ക്കുക. എന്തിനു വേണ്ടിയാണത്? തനിക്ക് മാത്രം നഷ്ടമെടുക്കുന്നത് നമ്മൾ ആരെങ്കിലും ഉണ്ടോ? കരാറുകളിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് മാത്രം നഷ്ടങ്ങളുണ്ടാക്കുന്ന കരാറുകളിൽ നമ്മൾ ഏർപ്പെടാറില്ലല്ലോ. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ തനിക്ക് തൻ്റെ അനുചരന്മാർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു വലിയ നഷ്ടം വെച്ചുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഇങ്ങനെ കരാറിലുണ്ടാക്കി ചോദിച്ചാൽ, ആ കരാറിൻ്റെ ലാഭം എന്ന് പറയുന്നത് മഹത്തായ സമാധാനമാണ് എന്നതുകൊണ്ടാണ് അദ്ദേഹം സ്വീകരിച്ചത്. അതുകൊണ്ട് മഹത്തായ സമാധാനത്തിന് വേണ്ടി താൻ എത്രമേൽ നഷ്ടപ്പെട്ടാലും അത് നഷ്ടമേ ആയിരിക്കുകയില്ലെന്നും ഭാവിയിൽ വരാനിരിക്കുന്ന മാനവരാശിയുടെ എല്ലാ തരത്തിലുള്ള പുരോഗതിയുടെയും ദിനരാത്രങ്ങളിൽ ഈ ത്യാഗം ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരിക്കുമെന്നുള്ള ഒരു വലിയ സന്ദേശം അത് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അവിടെ തന്നെ അബൂജന്തലിൻ്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വേദം മുറിവേറ്റ് കടന്നു വരുന്ന സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം കണ്ണ് നിറയ്ക്കുക മാത്രമാണ് പ്രവാചകൻ ചെയ്തത്. അദ്ദേഹത്തോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, സ്വീകരിക്കാനോ തൻ്റെ ചിറകിൻ്റെ കീഴിൽ അദ്ദേഹത്തെ സംരക്ഷിച്ചു നിർത്താനോ അത് ആഗ്രഹിച്ചായിട്ടില്ല. പക്ഷേ അതിനേക്കാൾ പ്രധാനമാണ് കരാർ. അദ്ദേഹം പറയുന്ന ഏറ്റവും സുപ്രധാനമായ കരാർ എഴുതി വയ്ക്കാനുള്ളതല്ല, മറിച്ച് അത് പാലിക്കാനുള്ളതാണ് കരാർ എന്നുള്ള ലോകത്തിന് വലിയൊരു സന്ദേശം അദ്ദേഹം നൽകി വയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടി വരും. ഇതിലൂടെയൊക്കെ നമ്മൾ കടന്നുവിട്ട് വരും. സ്ത്രീകളോട് കാണിക്കേണ്ടത് തൻ്റെ അവസാനത്തെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പോലും സ്ത്രീകളുടെ അന്തസ്സ് കത്ത് സൂക്ഷിക്കേണ്ടുന്ന അനിവാര്യതയെക്കുറിച്ച് അദ്ദേഹം ആവർത്തിച്ച് തന്നെ പറയുന്നുണ്ട് എന്ന് കാണാം. അവിടെയാണ് നമ്മൾ കാണേണ്ടത്. ഭീകരവാദവും തീവ്രവാദവുമൊക്കെ ഇസ്ലാമിൻ്റെ പേരിൽ അവതരിപ്പിക്കുമ്പോഴും അത് ഏറ്റവും കൂടുതൽ നിന്ദിക്കുന്നത് യഥാർത്ഥത്തിൽ പ്രവാചകചര്യയെയും മഹത്തായ വേദ പുസ്തകത്തെയും ഇസ്ലാമിൻ്റെ മഹത്തായ കർമ്മശാസ്ത്രത്തെയും തന്നെയാണ് എന്നൊരു തിരിച്ചറിവ് കൂടി നമുക്കത് ഉണ്ടാവണം. അവരെന്തിൻ്റെ പേരിലായാലും അത്തരത്തിലുള്ള വിമോചന സങ്കല്പങ്ങളും നിലനിൽക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല, ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഈ പാരിസ്ഥിതികമായ ഈ ഒരു സന്ദേശം ഒരുപക്ഷെ പ്രവാചകൻ്റെ ജീവിതത്തിൽ നിന്ന് കൈക്കൊണ്ടിട്ട് ഒരു ചെറിയ ഒരു കുഞ്ഞു കഥ എഴുതിയിട്ടുണ്ട് ഞാൻ, ചെറിയൊരു കഥ. അതൊരു പക്ഷേ ഇങ്ങനെ ഒരു മഹാസമ്മേളനത്തിൽ ഒരുപക്ഷെ ഇങ്ങനെ മഹത്തായ ഒരു രാജ്യത്ത് പ്രവാചക തിരുമേനിയെ ഓർക്കുന്ന അസാധാരണമായ ഒരു ചരിത്ര സന്ദർഭം. ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ അവിസ്മരണീയമായി കാത്തു സൂക്ഷിക്കുന്ന ഒരു മുഹൂർത്തമാണത്. ഇത്രയും വലിയ ഒരു ജനതയെ എനിക്ക് ഇതുവരെയും അഭിസംബോധന ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായും ഞാൻ അദ്ദേഹത്തിൻ്റെ കാരുണ്യം എന്നിലും വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ സ്നേഹം എനിക്ക് വേണ്ടി കൂടിയുള്ളതാണ് എന്നും ഈ എളിയ എഴുത്തുകാരനെ, മലയാളം പോലൊരു കുഞ്ഞു ഭാഷയിൽ എഴുതുന്ന എഴുത്തുകാരനെ തീർച്ചയായും അദ്ദേഹം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരുപക്ഷെ എൻ്റെ വിശ്വാസ രീതിയിൽ അദ്ദേഹത്തിൻ്റെ കാൽക്കീഴിൽ ഞാനൊരു കുഞ്ഞു കഥ വയ്ക്കുകയാണ്. അത് ഇത്രയേ ഉള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ പ്രവാചക ജീവിതത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. അവസാന കാലത്ത് ഈ സമ്പത്തൊക്കെ ഉണ്ടാക്കിയപ്പോൾ മാപ്പ് എന്ന് പറയുന്നത്
ഇസ്ലാമിൽ വളരെ പ്രധാനമാണ് മാപ്പ് കൊടുക്കുക. എല്ലാവരോടും മാപ്പാണ്. ഒട്ടകത്തിൻ്റെ കുടമാലകൾ വെച്ചുകൊണ്ട് തൻ്റെ കഴുത്തിൽ ഹാരമായി അണിയിഞ്ഞവൾക്ക് മാപ്പ്, ഭക്ഷണത്തിൽ വിഷം തന്ന് കൊല്ലാൻ ശ്രമിച്ചവൾക്ക് മാപ്പ്, എല്ലാവർക്കും മാപ്പ്. യുദ്ധത്തിൽ അവസാന കാലത്ത് വിജയശ്രീലാളിതനായി വരുന്നൊരു ഘട്ടമില്ലേ, ശത്രുപക്ഷത്ത് ഒരിക്കൽ തന്നെ കൊല്ലാനായി തന്നെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഒക്കെ ശ്രമിച്ച ആളുകൾ കീഴടങ്ങി നിൽക്കുകയാണ്. എല്ലാവരും കരുതിയത് ഒടുങ്ങാത്ത പകയായിരിക്കും പ്രവാചകൻ ഞങ്ങൾക്ക് മേൽ ചൊരിയുക എന്ന് പറയുമ്പോൾ അദ്ദേഹം എല്ലാവരെയും സ്നേഹത്തോടു കൂടി വെറുതെ വിടുകയാണ് ചെയ്തത്. എല്ലാവർക്കും മാപ്പ് എന്നാണ്. തനിക്കെതിരെ ചെയ്ത എല്ലാ ഗൂഢാലോചനകളും നടത്തിയ ആളുകൾക്കൊക്കെയും മാപ്പ് 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 എന്ന് തന്നെയാണ്. ഇതിനേക്കാൾ വലിയൊരു മാനവികത നമുക്ക് പറയാനുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു 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 മനുഷ്യൻ ഈ വലിയ വിജയശ്രീലാളിതനായി വന്ന് ഈ രാജ്യം മുഴുവൻ തൻ്റേതായിരുന്ന സമയത്തും ഒരുപക്ഷെ പ്രവാചക ജീവിതത്തിൽ അടയാളപ്പെടുത്തി വെച്ചൊരു ചെറിയൊരു കാര്യമുണ്ട്. അത് തൻ്റെ യുദ്ധകാലഘട്ടത്തിൽ ഒരുപക്ഷെ സംരക്ഷണത്തിന് വേണ്ടി സൂക്ഷിച്ചു വച്ചിരുന്ന ഒരു പോർച്ചട്ട ഒരു ജൂത കച്ചവടക്കാരൻ്റെ കയ്യിൽ പണയമായി നൽകി പകരം മേടിച്ചിട്ടുള്ള കുറച്ച് ധാന്യം മാത്രമേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ബാർലി ആയിരിക്കണം എന്നാണ്. ആ ധാന്യം മാത്രമേ അദ്ദേഹത്തിൻ്റെ കൈകളുണ്ടായിരുന്നുള്ളൂ എന്നാണ് രേഖപ്പെടുത്തി വെച്ചത്. അതിൽ നിന്നാണ് ഞാനൊരു കഥയുണ്ടാക്കിയത്. അത് ഈ പൊറച്ചട്ടയുമായി ഈ പ്രവാചകൻ ഈ ധാന്യം മേടിക്കാൻ വരുമ്പോൾ ജൂത വ്യാപാരി പറഞ്ഞത്, അങ്ങേക്ക് എന്തിനാണ് ഈട്? ഈ രാഷ്ട്രം മുഴുവൻ അങ്ങയുടേതല്ലേ, ഇത് വലിയൊരു രാജ്യത്തിൻ്റെ അധിപനല്ലേ അങ്ങ്, എന്നാലും ഇതിരിക്കട്ടെ എന്നാണ്. എന്ത് മേടിച്ചിട്ട് അദ്ദേഹം ആ ധാന്യവുമായി വീട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് ദൂരം നടന്നപ്പോൾ പറവകളൊക്കെ പ്രവാചകനെ പിന്തുടരാൻ തുടങ്ങിയെന്നാണ്. കുഞ്ഞു പറവകൾ പ്രവാചകനെ പിന്തുടരാൻ തുടങ്ങി. ആ പറവകൾക്ക് അറിയാമായിരുന്നു അതിലൊരു വിഹിതം അവയ്ക്ക് കൂടി ഉള്ളതാണ് എന്ന് അവർക്ക് അറിയാമായിരുന്നു എന്നാണ്. ഈ കഥ ഒരുപക്ഷെ ഈ ഒരു മഹാസമ്മേളനത്തിൽ സമർപ്പിച്ചുകൊണ്ട് തീർച്ചയായും ചരിത്രത്തിൽ ഇനിയുള്ള നാളുകളിലും നേരിടാൻ സാധ്യതയുള്ള ഈ കുത്സിതമായ വിമർശനങ്ങളോടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുവാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടൊപ്പം ഈ എൻ്റെ എഴുത്തും വാക്കും എൻ്റെ കർമ്മവും ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ എന്നോട് ഇങ്ങനെ സംസാരിക്കാനുള്ള അവസരം തന്നതിന് എൻ്റെ ആത്മാ സുഹൃത്തുക്കളോട്, ഇസ്ലാമിക് സെന്ററിനോട്, ഇതിൻ്റെ കോൺഫെഡറേഷനിൽ വന്നിട്ടുള്ള എല്ലാ സംഘടനകളുടെയും സുഹൃത്തുക്കളോടും ഒക്കെ അളവറ്റ എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അന്ത്യനാളിൻ്റെ കാഹളം വിളി വരുമ്പോഴും കയ്യിലുള്ള മരച്ചെടി നടാൻ, വൃക്ഷത്തൈ നടാൻ മടിക്കരുതെന്ന് പഠിപ്പിച്ച മഹാനായ പ്രവാചകനിലെ പരിസ്ഥിതി പ്രേമിയെയും മനുഷ്യസ്നേഹിയും ജീവകാരുണ്യ വക്താവിനെയും പരിചയപ്പെടുത്തിയ ബഹുമാന്യനായ ശ്രീ പി സുരേന്ദ്രനും അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കും നന്ദി.